ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്ലാനൊന്നും ഇല്ലാത്ത വീഡിയോ കേട്ടോ. എപ്പോഴും അങ്ങനെ അറിയും, പക്ഷേ ഇന്ന് സീരിയസ് ആയിട്ട് പ്ലാനൊന്നും ഉണ്ടായിട്ട. വീഡിയോസ് എല്ലാം ഓൾറെഡി ഞാൻ എടുത്തിട്ടായി. എന്നിട്ട് നമ്മൾ ഈ മാളിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴത്തെ വീഡിയോസ് എല്ലാം ഓൾറെഡി എടുത്തു. അപ്പോൾ ഇനി ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുത്തിട്ട് അങ്ങനെ ഇപ്പം ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് വെള്ളിയാഴ്ചയാണ് വന്നിട്ട് 5ാമത്തെ വെള്ളിയാഴ്ച കേട്ടോ. ഒരു മാസം കഴിഞ്ഞു. ഇതുവരെ വെള്ളിയാഴ്ച അടുത്തേക്ക് പുറത്തേക്ക് ഒന്നും ഇറങ്ങിയിട്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇത്തവണ വരവിൽ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു മാളിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഇന്ന് അങ്ങനെ ദിൽമുനിയ മാളിലാണ് വന്നത്. എന്താണെന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട് മാള്. ഒന്നും വാങ്ങാനോ പർച്ചേസ് ചെയ്യാനോ ഒന്നുമല്ല വന്നത്. ഒന്ന് ജസ്റ്റ് എന്തെല്ലാം കണ്ട് ഒന്ന് ഈ കുട്ടിയെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഓൾറെഡി ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് ബഹ്റൈനിൽ വന്നിട്ടാകുമ്പോൾ ഞാൻ ഈ മാള് വന്നതാണ്. അതിന് ശേഷം ഈ മാളിൽ വന്നിട്ടേ ഇല്ല. കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ട് ഒരു 6-7 മാസം ഉണ്ടായിരുന്നു ഈ മാളിലേക്ക് വന്നിട്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് എന്തോ പിക്ക് കാണുമ്പോൾ ഓർമ്മയായി നമുക്ക് ഈ മാളിൽ പോകാൻ. അങ്ങനെയാണ് നമ്മൾ ദിൽമുനിയ മാളിൽ വന്നത്. അപ്പോൾ ഇവിടെ എന്താ അക്വേറിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ദിൽമുനിയ മാളിലുള്ള സംഭവം. ചേട്ടനുണ്ട് കേട്ടോ, ബാക്കിലുണ്ട് വരുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മടങ്ങുന്നതാണ്. അപ്പോൾ മടങ്ങുമ്പോഴാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ഇടുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും വിചാരിക്കും പുറത്തൊക്കെ ഇറങ്ങണമെന്ന് വെച്ച്, പക്ഷേ എന്താ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇന്നെന്താ വിചാരിച്ചു ഇങ്ങനെ വെറുതെ ബോറടിച്ച് നിൽക്കുമ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഒന്ന് ജസ്റ്റ് ചുറ്റി അടിച്ച് വന്നു. പിന്നെന്താ എവിടെ പോവാം, ഒരു പാർക്ക് പോയിട്ട് പാർക്കെല്ലാം ക്ലോസ് ആണ്, ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ ഇന്ന് ഈ മാളിൽ പോകാമെന്ന്. ഈ മാളിലായാലും ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ എവിടെ ഇവിടെ ഹായൊക്കെ ഇവിടെ ഹായൊക്കെ നടക്കാൻ വന്നേ നമ്മൾ. എവിടെ ഏത് നടക്കാൻ വന്നത് നമ്മൾ നടക്കാൻ വന്നതല്ല, ഒന്ന് ജസ്റ്റ് കറങ്ങാൻ വന്നതാണ്. ഇവൾക്ക് എപ്പോഴും പറഞ്ഞെങ്കിൽ നടക്കാൻ വന്ന മാത്രമേ ഇല്ലൂ അല്ലേ. രസമുണ്ട് കേട്ടോ, നല്ല ഇങ്ങനെ കാണാനുള്ളൊരു അടിപൊളിയാണ്. ഇപ്പോൾ വലിയ ആൾക്കാർ തിരക്കൊന്നുമില്ല കേട്ടോ. മുമ്പെല്ലാം ഭയങ്കര തിരക്കായിരുന്നു, ഇപ്പോൾ തിരക്കൊന്നുമില്ല. ഞാൻ മുമ്പ് വന്നില്ല, ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ വന്നിട്ടായിരുന്നു. ഇപ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ഉപകാരമുണ്ട് കേട്ടോ, ആൾക്കാർ കുറേ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴൊക്കെ നല്ല രസമുണ്ട്, ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമുണ്ട്. ഇത് പറഞ്ഞൊരു വൈബാണ്. ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു പിക്ക് എടുത്തിന്, എൻ്റെ ഇപ്പോഴും ഉണ്ട് ആ പിക്ക്. അത് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അന്ന് അങ്ങോട്ടൊരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെയൊന്നും ഇവിടത്തേക്ക് വന്നില്ലെങ്കിൽ ഇവിടത്തേക്ക് വരട്ടില്ലായിരുന്നു. അന്ന് കുറേ ആൾക്കാരുണ്ടായി ഒന്നിച്ച്. ഇപ്പോൾ നമ്മൾ മാത്രം ഇപ്പോൾ ആൾക്കാരുണ്ട്, കുറച്ച് 2-3 ആൾക്കാരുണ്ട്. ബ്യൂട്ടിഫുള്ളായി ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. ബ്യൂട്ടിക്ക് കാണുന്നില്ല, കിടന്നിട്ട് നോക്കുന്നുണ്ട്. കാരണം അത് മുകളിലായതുകൊണ്ട് തല ഇങ്ങനെ പൊക്കി നോക്കണം. ഓൾ നോക്കി കിടന്നിട്ട് നോക്കുന്നുണ്ട്. ഒന്നുമില്ല, ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങിൽ കാണുന്ന. മുമ്പ് സൗണ്ടെല്ലാം ഉണ്ടായി, പക്ഷെ ഇപ്പോൾ സൗണ്ട് ഇല്ല കേട്ടോ. എന്തോ വർക്ക് ചെയ്യുന്നുണ്ടെന്നോ അത് സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അതിനനുസരിച്ചിട്ട് ആ വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള സൗണ്ടെല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, എന്തോ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നേ. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്തെന്ത് കുട്ടി അതെന്ത് കുട്ടിയാടെ കാണുന്നേ? അതെന്ത് ഠോ പടക്കാന്ന് കുട്ടിക്ക് ഠോ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഠോ ഠോ ആരുമില്ല കേട്ടോ. ശരിക്കും ഇത് നമ്മുടെ സാമ്രാജ്യം പോലെ ഉണ്ട്. അപ്പുറത്ത് 4 ആൾക്കാർ, കുറച്ച് ആൾക്കാരുണ്ടായി, പിള്ളേരെല്ലാം ഉണ്ടായി. ഇവിടെ നോക്കി ആരുമില്ല. കുട്ടി അതാര് കുട്ടി? എന്ത് കുട്ടി അത്? ഇത് ഓരോ കുട്ടികളെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ കേട്ടാ. കാർട്ടൂൺസ് അല്ലേ, പേരെനിക്ക് അറിയില്ല. ഞാൻ ഇതൊന്നും കണ്ടിട്ട് അല്ലേ. പിന്നെ എന്ത് അതെ കാർട്ടൂൺ ക്യാരക്ടർ അല്ലേ അതാ. നമ്മളെ ഡിങ്കനുണ്ട്, ഡിങ്കൻ. എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട് കേട്ടാ. പിന്നെ ഒരു സ്ഥലം കാണിച്ചു തരാം, ഒരു ഫിഷിൻ്റെ സ്ഥലമുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇത് ദിൽമുനിയ മാളാണ്. വരാൻ താല്പര്യമുണ്ടവർ വന്നോട്ടാ, നല്ലുണ്ട്. പറഞ്ഞ സ്ഥലം എത്തിയിട്ടാ. എനിക്ക് എന്നിട്ട് ഇപ്പോഴാണ് ബോധം വന്ന് എത്തിയെന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞൊരു ഫിഷിൻ്റെ സ്ഥലമുണ്ട് പറഞ്ഞിട്ട്. അതാണിതാ. നല്ല രസമുണ്ട്. ഇതാ കുറേ മീനുണ്ട്. ഇവിടെ മുമ്പ് ഫോട്ടോസ് എടുത്ത ഒരു ഓർമ്മ ഉണ്ട്. ആ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ് ഇവിടത്തേക്ക് പോവാന്ന്. നല്ല രസമുണ്ട്. കാണാൻ നല്ലുണ്ട്. ഇവിടേക്കൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ. ഇതാ നോക്കി വെക്കുന്നുണ്ട് ഇതിനെ. ഇവിടെ അതെന്ത് കുട്ടി? ഉമ്മി. ഉമ്മി ഫിഷ് ഉമ്മി. ഇതാ ഒരു വലിയൊരു മീനുണ്ട് അവിടെ. ഓക്കെ, ഇത് മുഴുപ്പ
നമ്മൾ മുകളിൽ പോകുന്നു കേട്ടോ. കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് നല്ല രസമുണ്ട്. എവിടെ മുകളിലെത്തിട്ടാ. മുകളിലൊക്കെ നേരത്തെ അമ്മീൻ്റെ ഏറ്റവും താഴെ ഉണ്ടായത് ഇപ്പം മുകളിലെത്തി. നേരത്തെ ഉണ്ടായിരുന്നു മുകളിൽ വരുന്നത്. മീനെല്ലാം മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. താഴെ പോകുമ്പോൾ ഒരു മീനുണ്ടായിട്ട് ഇപ്പം എല്ലാം താഴെ പോകുന്നു തുടങ്ങി. ഓക്കെ, ഇപ്പം കുറേ മീൻ കാണുന്നുണ്ട്. പോണ്ട. ആ ഇനി വീട്ടിനെ പിടിച്ചാൽ കിട്ടല ഉമ്മീന്ന് പറഞ്ഞിട്ട്. ഇനി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫുള്ളോള് വാശി പിടിക്കും. അതും ഒരു പ്രശ്നമുണ്ട്. അതെന്തോ ആയില്ലേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തുടർന്നതെന്ന് നമ്മൾ വിചാരിച്ചിന് കിട്ടുമെന്ന്. ഇപ്പം അടുത്തുണ്ടെന്ന് വിചാരിച്ചിനോള്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം കേട്ടോ. ഇതാ ഏറ്റവും മുകളിലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, മീനെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ഇതുണ്ട് കേട്ടോ. ഇതുണ്ട് പിന്നെ ബ്ലാക്ക്. വീട്ടിൽ ഓടുന്നതായിട്ട് ഓളെ പിടിച്ചിട്ടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഓളെ ഇടിക്കാൻ വലിയൊരു മീൻ നോക്കി എത്ര വലുതുണ്ട്. അതെന്താ സ്രാവ് വരുന്നുണ്ട്. ഇപ്പോ ഉണ്ട് നിന്നിപ്പോൾ തിന്നു അത്. ഇപ്പോ ആ സ്രാവ് ഇഷ്ടായ ഈ സ്ഥലം? ഇഷ്ടായി? അവിടെ എന്തുണ്ട് കുട്ടി? എന്ത് കാണുന്നുണ്ട് കുട്ടിക്ക്? എന്ത് ഉമ്മി കാണുന്നുണ്ടാ? എത്ര ഉമ്മി കണ്ടു നീ? അത് വലിയ ഉമ്മി വരുന്നുണ്ട്. സ്രാവ് വരുന്നുണ്ട്. സ്രാവ് വരുന്നുണ്ട്. രാവിലെ ഉമ്മി കുറേ വരുന്നുണ്ട്. കുറേ എണ്ണുണ്ട് കേട്ടോ ഒന്നിച്ച്. കുഞ്ഞു മീൻ വരുന്നുണ്ട്. ഇത് സ്രാവോ എനിക്കറിയില്ല കേട്ടോ എന്ത് മീനൊന്നും. ഞാൻ വെറുതെ എൻ്റെ വായിൽ വന്ന പേര് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് മീനിനെ കണ്ടിട്ടൊന്നും തിരിച്ചറിയില്ല കേട്ടോ. മത്തിനെയും അയിലെല്ലാം കാണാൻ തിരിച്ചറിയും. എനിക്ക് ഇത് വലിയ സ്രാവ് എന്നാ തോന്നുന്നത് എനിക്ക്. അല്ലേപ്പാ അല്ല, തിരിച്ചറിഞ്ഞവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല ഇതിൻ്റെ ശരിക്കുള്ള പേര് എങ്ങനെയൊന്നും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതാ വരുന്നുണ്ട് നിന്നെ കൊണ്ടുപോകാൻ. യുബൂ 1 2 3 4 എണ്ണം വലുതിട്ട. ബാക്കിയെല്ലാം ചെറുതൊന്നും വരുന്നേ ഇല്ല. വലുത് മാത്രം വരുന്നത്. നമുക്കിതാ സെപ്പറേറ്റ് പൈസ എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതാ കോഫി കുടിക്കാനുള്ള പ്ലേസ് എല്ലാം ഉണ്ട് കേട്ടോ. അതാ ഇനി സെപ്പറേറ്റ് പൈസ കൊടുക്കണം. എടുത്തേക്ക് വരുന്നതിനൊന്നും പൈസ കൊടുക്കണ്ട. ഇത് ഫ്രീ ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിക്കണമെങ്കിൽ എന്താ സെപ്പറേറ്റ് പൈസ ഉണ്ട് കേട്ടോ. അതാ കൗണ്ടർ അവിടെ ഉണ്ട്. കേട്ടോ ഈ ദിൽമുനിയ മാളിൽ B2 B1 LG എല്ലാത്തിലും എന്താ ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം എന്താ ഉള്ളതെന്ന് മൊത്തം ഡീറ്റെയിൽസ് ഇതിലുണ്ട് കേട്ടോ. ഇതിനനുസരിച്ച് നമുക്ക് ലിഫ്റ്റിൽ കയറി പോവാം. നമ്മൾ അങ്ങനെ ഇതാ നമ്മളിവിടെ ആരുമില്ല. ഇത് താഴെ അല്ലേ? ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ? ഏറ്റവും താഴെ കേട്ടോ. അതാ ആ ഫിഷിൻ്റെ അക്വേറിയത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടതാ. കുഞ്ഞു മീനിനെ കാണാൻ എടുത്തേക്ക് വരണം. കുഞ്ഞു മീൻ പാവായിട്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ടതാ. കുഞ്ഞു മീനെല്ലാം ഉണ്ടാവും ഇവിടെ താഴെ. എന്ത് രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമുണ്ട്. എൻ്റെ മുകളിലാന്ന് വലിയ മീനെല്ലാം നിൽക്കുന്നത്. താഴെ എല്ലാം ചെറിയ മീൻ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അടിപൊളിയിട്ട് കേട്ടോ. ഇതാ ദിൽമുനിയ മാളിലിട്ടോ. ഞാൻ പിന്നെയും പേര് പറയാം. ഹറിയിലുള്ളവർ വരണുണ്ടോ. നല്ല പ്ലേസാണ്. നല്ല രസമുണ്ട്. എന്താ പ്രശ്നമില്ല. നമുക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ട് എത്തായിട്ട് ഇടുന്നുണ്ട്. എവിടെ പോന്നെ എട്ടുണ്ടല്ലോ. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. ഈ എന്താണ് പറയുന്നത്, ഇത് 2ാമത്തെ ഫ്ലോർ, അത് മുകളിലത്തെ ഫ്ലോർ. ഇതാ ഈ ദിൽമുനിയ മാളിൻ്റെ ഔട്ട് സൈഡ് ഇട്ടോ. അതാ ചെറിയ വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ടെന്ന് വെച്ചാൽ വാട്ടർ ഷോ എല്ലാം ഉണ്ടാവുന്നുണ്ടാ. പക്ഷെ ഇന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ അന്ന് വന്നിരുന്നു പറഞ്ഞിട്ട് അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഉണ്ടാവില്ല. എന്തായാലും ആൾക്കാരൊന്നും വരുന്നില്ല. അല്ലെന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ ഒരു കുഞ്ഞ് ഓടി ചാടി നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ, അങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് വാട്ടർ ഷോ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാവില്ലുണ്ട്. ഒരു അരമണിക്കൂർ കൂടുമ്പോൾ അതെനിക്ക് അറിഞ്ഞൂടെ എത്ര മിനിറ്റ്. ഞാൻ അന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നു. അന്ന് വരുമ്പോൾ കുറേ ആൾക്കാരുണ്ടായി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതാ നല്ല രസമുണ്ട്. ഔട്ട് സൈഡ് നല്ല വ്യൂ ആണുള്ളത്. ഇതാ
ഇതാണ് മാള്. ഇതാ നല്ല വ്യൂ ഉണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ. അതാണ് ബഹ്റൈനിലെ നൈറ്റാണ് സൂപ്പർ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. ഇങ്ങോട്ടേക്ക് നടന്നാൽ ഇതാ ഇങ്ങനെ കേട്ടാ. അവിടെ എന്തുണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് നടന്നാൽ ഇങ്ങനെയാണ്. നമുക്ക് നോക്കാം അവിടെ എന്തുണ്ടെന്ന്. നടക്കാനുള്ള ജസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നത്, വേറെ ഒന്നുമില്ലാന്ന് തോന്നുന്നു എനിക്ക്. നമുക്കിത് അങ്ങ് ആടുന്നാ വന്നത്. ഇതാ വാട്ടർ ഷോക്കുള്ള സംഭവമെല്ലാം ഉണ്ട്, പക്ഷേ എല്ലാ ദിവസവും ഇല്ല. എല്ലാ ദിവസവും ഉണ്ടാവും, ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമായിട്ടുണ്ടായിരിക്കും ഇല്ലാത്തത്, അല്ലെങ്കിൽ ഉണ്ടാവട്ടെ. പക്ഷെ കാണാൻ നല്ല ഉണ്ട് കേട്ടാ. കേട്ടെന്ന് പറഞ്ഞിട്ട് ഇതാ പോകുന്നുണ്ട്, ഇറങ്ങിപ്പോവും. നടക്കുന്നില്ലോള് നടക്കുന്ന വീട്ടിൽ ഓടുന്നുണ്ട്. ഒന്നുമില്ല ഇവിടെ, നടക്കുന്ന പ്ലേസ് മാത്രം, ജസ്റ്റ് നടക്കാം ഇങ്ങനെ. അല്ലാത്ത കാണാനൊന്നുമില്ല. കാണാനത് ഇങ്ങനെ ഔട്ട് സൈഡ് കാണും, അത്രയേ ഉള്ളൂ. ഇതെന്താ പിള്ളേരത് ഈ സംഭവം യൂസ് ചെയ്യൂട്ടെ, ഈ സൈക്കിൾ പോലത്തെ സാധനം എല്ലാം പിള്ളേരെ അത് യൂസ് ചെയ്യും. യൂട്ടി നോക്കുന്നുണ്ട്. പക്ഷെ ഇത്ര ചെറിയ ഇതിൽ പറ്റല്ല, കുറച്ച് വലുതാണ്. എവിടെയും കൂടെ സൈഡ് വെക്കതാ. വണ്ടി വരുന്നുണ്ട്. ചേട്ടൻ മൊത്തം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. ഇതിൻ്റെ മൊത്തം വീഡിയോസ് എടുക്കുന്നുണ്ട്. രസമുണ്ട് കേട്ടോ കാണാൻ. ഔട്ട് സൈഡ് വ്യൂ നല്ല രസമുണ്ട്. മാളിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ആണിത്. അങ്ങനെ നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉണ്ടായിട്ടോട്ടെ. ഇവിടെ തിരക്കിലുണ്ട്. ഇവിടെ ഇപ്പം തന്നെ ടാറ്റ പറയൂ കുട്ടി. ടാറ്റ. ഇവിടെ തിരക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വെള്ളിയാഴ്ച ആയിരുന്നു. വെള്ളിയാഴ്ച ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ്. അങ്ങനെയുള്ള ദിൽമുനിയ മാളിൽ പോയി അടുത്ത സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ.